വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ പരിഭാഷയെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ വിവാദം കനക്കുകയാണ്. ഇന്ത്യ മുന്നണിക്കെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ രൂക്ഷ വിമർശനം പരിഭാഷയിൽ തട്ടിപ്പൊളിഞ്ഞതാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളായി പ്രചരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ എല്ലാവരും അഭിനന്ദിക്കുമ്പോഴും പരിഭാഷകന്റെ വിവർത്തനം ഒട്ടും നിലവാരമില്ലാത്തതാണെന്ന വ്യാപക വിമർശനം ഉയർന്നു. അതേസമയം പരിഭാഷകനെ നിശ്ചയിച്ചത് സംസ്ഥാന സർക്കാരാണെന്ന ആരോപണവുമായി BJPയും രംഗത്ത് വന്നു. നിറഞ്ഞ സദസ്സിലാണ് പരിപാടിയുടെ ഗൗരവം കെടുത്തിയ പരിഭാഷയുണ്ടായത്. നിരവധി പിഴവുകളാണ് പരിഭാഷയിൽ വരുത്തിയത്. മുഖ്യമന്ത്രിയെയും ശശി തരൂരിനെയും വേദിയിലിരുത്തി ഇന്ത്യ മുന്നണിക്കെതിരെയുള്ള പ്രധാനമന്ത്രിയുടെ വിമർശനം കൂട്ടച്ചിരിക്കും കാരണമായി. ഇന്ത്യ അലയൻസ് എന്ന് മോദി പറഞ്ഞത് എയർലൈൻസ് എന്നാണ് റിട്ടയർഡ് ഹിന്ദി അധ്യാപകനായ പരിഭാഷകൻ പള്ളിപ്പുറം ജയകുമാർ കേട്ടത്. അതാണ് കൂട്ടച്ചിരി ഉയർത്തിയത്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ ശക്തനായ തൂണാണല്ലോ. ശശി തരൂരും വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ചടങ്ങ് പല ആളുകളുടെയും ഉറക്കം കെടുത്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഇന്ത്യ സഖ്യത്തിലെ പലരുടെയും ഉറക്കം കെടുത്തുമെന്നാണ് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. എന്നാൽ വിവർത്തകൻ കേട്ടത് മറ്റൊന്നാണ്. എയർലൈൻസ് എന്നു കേട്ട വിവർത്തകൻ പ്രധാനമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് പിന്നീട് പറഞ്ഞത്. നമ്മുടെ എയർലൈൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം എന്നാണ് പരിഭാഷകനായ ജയകുമാർ മലയാളത്തിൽ പറഞ്ഞത്. പ്രസംഗം പെട്ടെന്ന് എയർലൈൻസിലേക്ക് വഴിമാറിയത് സദസ്സിലിരുന്ന ആർക്കും പിടികിട്ടിയില്ല. ഒരു തരത്തിലുള്ള പ്രതികരണവും സദസ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ വന്നതോടെ പരിഭാഷയിൽ പിഴവ് സംഭവിച്ചെന്ന് പ്രധാനമന്ത്രിക്ക് മനസ്സിലായി. പിന്നാലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മോദി പരിഭാഷകനോട് നിങ്ങൾ ഈ പരിഭാഷ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും ചോദിച്ചു. തന്റെ സന്ദേശം മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി ഉടനടി പറഞ്ഞു. പ്രസംഗം നേരത്തെ എഴുതി കൊടുത്തിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി സ്വന്തം നിലയിൽ പറഞ്ഞ രാഷ്ട്രീയ വിമർശനമാണ് പരിഭാഷകനായ ജയകുമാറിനെ വെട്ടിലാക്കിയത്. പരിഭാഷ പാളിയെന്ന് മനസ്സിലായതോടെ സദസ്സിൽ ചിരി പടരുകയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വേദിയിലുണ്ടായിരുന്ന കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് വിശദീകരിക്കുന്നതും കാണാമായിരുന്നു. കഴിഞ്ഞ 9 വർഷമായി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് ജയകുമാറാണ്. 2023 പ്രധാനമന്ത്രി സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ചപ്പോഴും ജയകുമാർ തന്നെയായിരുന്നു പരിഭാഷകൻ. അന്ന് മോദി ജയകുമാറിന്റെ പരിഭാഷയെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ പ്രധാനമന്ത്രിയുടെ പരിഭാഷ പാളിയത് സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായിട്ടുണ്ട്. ഇതിൽ BJP നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രോട്ടോകോൾ വിഭാഗമാണ് പരിഭാഷകനെ നിശ്ചയിച്ചത്. വിവാദത്തിൽ സംഘാടകരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ലഭ്യമായിട്ടില്ല. അതേസമയം ഓഡിയോ പ്രശ്നം മൂലമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയതിൽ പിഴവുണ്ടായതെന്ന് പരിഭാഷകൻ ജയകുമാർ സമ്മതിച്ചു. അലയൻസ് എന്നത് എയർലൈൻസ് എന്നാണ് കേട്ടത്. പ്രസംഗത്തിന്റെ കോപ്പി നേരത്തെ കിട്ടിയിരുന്നു. എന്നാൽ പിന്നീട് ചില കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായെന്നും ജയകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താൻ BJP അനുകൂലിയാണ്, മോദിയുടെ വലിയ ആരാധകനാണ്, മോദിയെ അപമാനിച്ചിട്ടില്ലെന്നും ജയകുമാർ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലും നിരവധി പ്രതികരണങ്ങളാണ് പരിഭാഷാ വിവാദത്തിൽ വരുന്നത്. വിവാദത്തിൽ ദുരന്ത നിവാരണ വിദഗ്ധനും എഴുത്തുകാരനുമായ മുരളി തുമ്മാരംകുടിയും പ്രതികരണവുമായി രംഗത്തെത്തി. തർജ്ജമ ഒട്ടും നിലവാരമില്ലാത്തതായിരുന്നുവെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കുന്നു. പ്രധാനമന്ത്രി 1-2 വാചകങ്ങൾ പറഞ്ഞതിനു ശേഷം അതിന്റെ മലയാള പരിഭാഷ്യം പറയുന്നതായിരുന്നു രീതി. പ്രസംഗങ്ങൾ തത്സമയം തർജ്ജമ ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ. പക്ഷേ എനിക്കറിയാവുന്നിടത്തോളം ഇത്തരം പ്രസംഗങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ്. അതുകൊണ്ട് അല്പം കാലേക്കൂട്ടി തയ്യാറെടുക്കാൻ സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തർജ്ജമ ഒട്ടും നിലവാരമില്ലാത്തതായി പോയി എന്നെനിക്ക് തോന്നി. അനവധി പദങ്ങൾ ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്കാണ് തർജ്ജമ ചെയ്തത്. മലയാളത്തിൽ വാക്കുകൾ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഫ്രണ്ട്സ്, എംപ്ലോയ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ഷിപ്പ് ബിൽഡിംഗ് എന്നിങ്ങനെ ഉള്ള വാക്കുകൾ പോലും ഇംഗ്ലീഷിലേക്കാണ് തർജ്ജമ ചെയ്തത്. 30 വർഷമായി ഗുജറാത്തിൽ തുറമുഖങ്ങൾ നിർമ്മിച്ചിട്ടും വിഴിഞ്ഞം പോലെ ഒന്ന് അവിടെ ഉണ്ടാക്കിയില്ല എന്നതിൽ അവിടുത്തെ ആളുകൾക്ക് അദാനിയോട് ദേഷ്യം വരുമെന്ന് പ്രധാനമന്ത്രി തമാശ പറഞ്ഞതിന്റെ പരിഭാഷ അതിനോട് നീതി പുലർത്തിയില്ല. അതുപോലെ തന്നെ 3 വ്യത്യസ്ത പാർട്ടികളിൽ നിന്നുള്ള പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ശശി തരൂർ ഇവർ ഒത്തൊരുമിച്ചാണ് ഈ പരിപാടിക്ക് എത്തിയിരിക്കുന്നത് എന്നുദ്ദേശിച്ച് പറഞ്ഞ വാക്യത്തിന്റെ പരിഭാഷ എയർലൈനിനെ പറ്റിയുള്ള പരാതികൾ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്.
എന്നോ മറ്റോ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ എഴുതി വച്ചിരുന്ന വരിയിൽ നിന്നും മാറി പ്രധാനമന്ത്രി സംസാരിച്ചതാകാം കാരണം. അങ്ങനെ എഴുതി വായിച്ചതായിരുന്നു പരിഭാഷയെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ കൃത്യമായ മലയാളം വാക്കുകൾ ഉപയോഗിക്കാതിരുന്നത് കൂടുതൽ മോശമായി. സത്യത്തിൽ ഇപ്പോൾ നിർമ്മിത ബുദ്ധിക്ക് മനുഷ്യർ ചെയ്യുന്നതിലും വേഗത്തിൽ കൃത്യതയിലും പരിഭാഷ സാധ്യമാണ്. താമസിയാതെ ഇത് കേരളത്തിൽ എത്തുമെന്ന് കരുതാം. ചടങ്ങിന് ചേർന്ന നല്ല പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രിയുടേത്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ നമുക്കൊരുമിച്ച് ഒരു വികസിത കേരളം പടുത്തുയർത്താമെന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിച്ചു. ഏതായാലും സോഷ്യൽ മീഡിയയ്ക്ക് ഒരു വലിയ ഇരയാവുകയാണ് ഈ തർജ്ജമ.